പരിശുദ്ധ അമ്മ ദർശിച്ച ദൈവത്തെക്കുറിച്ച് അറിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച്, മറിയത്തെ സംബന്ധിച്ച്, മറിയം ദർശിച്ച ദൈവത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പരിശുദ്ധ മറിയം പറയുന്നത് ഇപ്രകാരമാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ. മറിയം അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് മറിയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ശക്തനായവൻ എന്നാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. ദൈവത്തെക്കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യമാണ്. ശക്തനായവൻ, സർവശക്തനായ ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചില വിഷയങ്ങളുടെ മുന്നിൽ തളർന്നു പോകുവാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ, വിഷമങ്ങളെ നമ്മൾ ദൈവത്തെക്കാളും വലുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എനിക്കിതിന് പരിഹാരമുണ്ട്, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പരിഹാരമില്ല, ഉത്തരമില്ല എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം. എത്ര സുന്ദരമായ അനുഭവമാണത്. ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അബ്രഹാത്തിന് ദർശനം നൽകിയപ്പോൾ ദൈവം തന്നെ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം തന്നെ അബ്രഹാത്തിന് പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവം തന്നെ തൻ്റെ പ്രിയപ്പെട്ട പൈതലിന് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് സർവശക്തനായ ദൈവം, എൽ ഷദായ്. അതെ, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനായ ദൈവം, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം, നമ്മുടെ സങ്കടങ്ങളെക്കാൾ വലിയവനായ ദൈവം, എൽ ഷദായ്. യഥാർത്ഥത്തിൽ നാം ദൈവത്തെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ വളരെയധികം ദുഃഖത്തിലും ഉത്കണ്ഠയിലേക്ക് പോകുന്നു. എന്നാൽ നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, സർവശക്തനായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ആ ദൈവം എൻ്റെ അപ്പനാണെന്നും ആ അപ്പൻ്റെ മകനാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം ഒരു ദൈവ പൈതലിനുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നാളെക്കുറിച്ച് അവൻ ഉത്കണ്ഠപ്പെടേണ്ട. അവൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയ്ക്കും പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ഉത്കണ്ഠപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിന്നെ തളർത്തുന്നത്? അതിന് കാരണം ദൈവത്തെക്കാൾ വലുതായിട്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിട്ട് കാണുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഗോലിയാത്തിനെ കണ്ടപ്പോൾ ജനങ്ങൾ ഭയന്നോടി എന്നാണ് വേദപുസ്തകം പറയുന്നത്. എല്ലാവരും പേടിച്ച് ഓടുമ്പോൾ ദാവീദ് ഭയന്ന് ഓടുന്നില്ല. ആ മല്ലനായ, രാക്ഷസനായ വലിയ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഈ ബാലൻ ധൈര്യത്തോടെ പോകുവാൻ കാരണം എല്ലാവരും നോക്കുന്നത് ഗോലിയാത്തിന്റെ വലിപ്പത്തിലേക്കാണ്, ഭയന്നോടുന്നു. ദാവീദ് നോക്കുന്നത് ഗോലിയാത്തിനെ പോലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വലിപ്പത്തിലേക്കാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ജോബ് അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. ജോബിന്റെ പുസ്തകത്തില് 36 അധ്യായത്തില് 26 വാക്യത്തിൽ പറയുന്നു, നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ്. നാം ചിന്തിക്കുന്നതിനും അപ്പുറം ദൈവം സർവശക്തനാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശക്തനായ ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവക്കുറിപ്പുകളാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ അകത്ത് എന്നെയും നിങ്ങളെയും പോലെ സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സ്വർഗം ഇടപെട്ട അനുഭവങ്ങൾ, സർവശക്തനായ ദൈവത്തിൻ്റെ എത്ര അത്ഭുതകരമായ പ്രവൃത്തികളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49 അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. ഇവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് എന്ന് പറയുന്ന പൂർവ യാക്കോബ്, വൃദ്ധനായ യാക്കോബ് വാർദ്ധക്യത്തിൽ ഊന്നുവടിയിൽ ഏന്തി നിന്നുകൊണ്ട് തൻ്റെ 12 മക്കളെയും അനുഗ്രഹിക്കുന്ന സുന്ദരമായ ഒരു വചനഭാഗമാണത്. അവിടെ ഓരോരുത്തരെയും ഈ അപ്പൻ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ ഗോത്രങ്ങളും, ഇസ്രയേലിലെ ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ, അല്ലെങ്കിൽ അത് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, ആ ഓരോ മക്കളെയും കുറിച്ച് ഈ അപ്പനിങ്ങനെ വിവരിക്കുമ്പോൾ ജോസഫിൻ്റെ അടുത്തെത്തിയപ്പോൾ അപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാവോ? നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഓ, എത്ര സുന്ദരമായ വേടാണിത്! നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷം. പ്രിയപ്പെട്ടവരെ, ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തെക്കുറിച്ച് 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. പുഴയോരത്തെ വൃക്ഷത്തെക്കുറിച്ച്, ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഇലകള് എന്നും പച്ചയാണ്. അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. വേനൽക്കാലത്തെ ആ വൃക്ഷത്തിന് ഭയമില്ല, അതിന് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല. കാരണം എന്താ? ഇത് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമാണ്. ഇതാ ഒരപ്പൻ തൻ്റെ പൈതലിനെ അനുഗ്രഹിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള പ്രത്യേകത പറയുന്നത്, അവൻ നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, ജോസഫ് നീരുറവയ്ക്കരികെ നിന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ്. ഒരു വൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നത് അത് നീരുറവയ്ക്കരികെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, മതിലിനപ്പുറത്തേക്ക് പടർന്ന് പന്തലിക്കുന്ന അനുഭവം, അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കണമെങ്കിൽ നാം ആറ്റുതീരത്ത് നടപ്പെട്ടവരായി മാറണം, ഫലസമൃദ്ധമായ വൃക്ഷമായി തീരണം. വചനം പറയുന്നു, വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവൻ്റെ നേരെ അമ്പെയ്തു, അവനെ ഞെരുക്കി. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ജോസഫ്. നമുക്കറിയാം, ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഇത്രമാത്രം വേദനിച്ചിട്ടുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അല്ലേ? ജോസഫ് വളരെ വലിയൊരു സ്വപ്നം കണ്ടു. എന്താ ജോസഫ് കണ്ട സ്വപ്നം? അവൻ്റെ അപ്പനും
അവൻ്റെ ജ്യേഷ്ഠന്മാരുമെല്ലാം അവൻ്റെ മുമ്പിൽ വന്ന് തല കുമ്പിടുന്ന, കമിഴ്ന്നു വീഴുന്ന, അവൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പുന്ന ഒരു സ്വപ്നം അവൻ കണ്ടു. ആ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അവൻ്റെ ഉടുതുണി ഉരിഞ്ഞെടുക്കപ്പെട്ടു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അവർ അവനെ അതികഠിനമായി മർദ്ദിക്കുവാൻ ഇടവന്നു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അവൻ്റെ കഴുത്തിലേക്ക് അടിമച്ചങ്ങല അണിയേണ്ടി വന്നു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വന്നു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവസാനം കാരാഗ്രഹവാസം വരെ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ കണ്ട സ്വപ്നം അവൻ്റെ ജീവിതത്തിൽ പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതത്ര മനോഹരമായ അനുഭവമാണ്. പില്ലാളികൾ അവന് നേരെ അമ്പെയ്തു, അതികഠിനമായി മർദ്ദിച്ചു. പക്ഷേ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിന് കാരണമായിട്ട് അവൻ്റെ അപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാവോ? യാക്കോബിൻ്റെ ശക്തനായ ദൈവം. ഓ, എത്ര മനോഹരമായ ഒരു അനുഭവത്തിൻ്റെ വരികളാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഒരു പിതാവ് യാക്കോബ് ജോസഫിനെ അവൻ്റെ വളർച്ചയ്ക്ക്, അതായത് ആറ്റുതീരത്ത് അവൻ നടപ്പെടാനായിട്ട് കാരണം വില്ലാളികൾ അതികഠിനമായിട്ട് പീഡിപ്പിച്ചപ്പോഴും അവൻ ഉറച്ചു നിൽക്കുവാൻ കാരണമായി മാറിയതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരപ്പൻ പറയുന്നു, യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. യാക്കോബിൻ്റെ ശക്തനായ ദൈവമെന്ന് പറയുമ്പോൾ ആരായി യാക്കോബ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പേരിൻ്റെ അർത്ഥം തന്നെ ചതിയൻ എന്നാണ്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചതികളിലൂടെ, കൗശലങ്ങളിലൂടെ എന്താ പറയണത്, ചിലർക്കൊക്കെ വേദന സമ്മാനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. നമുക്കറിയാം, ഇസഹാക്കിന് 2 മക്കളായിരുന്നു, യാക്കോബും ഏസാവും. അവൻ ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠൻ്റെ കടിഞ്ഞൂലവകാശം സ്വന്തമാക്കി. പായസം കൊടുത്തുകൊണ്ട് കടിഞ്ഞൂലവകാശം സൂത്രത്തിൽ അവൻ സ്വന്തമാക്കി. അവസാനം മരണക്കിടക്കയിൽ കിടക്കുന്ന അപ്പനെ പറ്റിച്ചുകൊണ്ട് അപ്പൻ്റെ അനുഗ്രഹവും അവൻ സ്വന്തമാക്കി. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിച്ച വേദനയുടെ ഏടുകളാണെങ്കിലും ഇതിൻ്റെയൊക്കെ പേരിൽ വീട് വിട്ടോടേണ്ടി വന്നു. അമ്മയുടെ സാരിത്തുമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്, വേറൊരു ലോകത്തെക്കുറിച്ച് ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത ഒരു മനുഷ്യൻ, ഒരു സുപ്രഭാതത്തിലും മരണത്തിൻ്റെ കാലച്ച ഉള്ളിൽ മുഴങ്ങുമ്പോൾ ജീവന് വേണ്ടി ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ഒരിടത്തുമെത്താതെ നേരമിരട്ടിയപ്പോൾ ഒരു പാറയിൽ തലവെച്ച് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇനി എന്നാണ് എൻ്റെ മാതാപിതാക്കന്മാരെ കാണുക എന്ന് വേദനയോടെ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കരിങ്കല്ലിനെ തലയിണയാക്കി നീണ്ട ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. സ്വർഗത്തിലേക്ക് നീട്ടപ്പെട്ട ഒരു ഗോവണി, ആ ഗോവണിയിലേക്ക് മാലാഖമാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സുന്ദരമായ അനുഭവം. അവൻ്റെ ജീവിതത്തിൽ ഏറെ പ്രത്യാശ സമ്മാനിച്ച ഈ സ്വപ്നം. ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രനാണ് ലാബാൻ. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബിനെ പ്രതി ദൈവം ലാബാനെ അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ദൈവം യാക്കോബിനെ വലുതായിട്ട് അങ്ങ് അനുഗ്രഹിച്ചതുകൊണ്ട് ഈ യാക്കോബ് വീട് വിട്ടിറങ്ങിയപ്പോൾ ഒറ്റപ്പെട്ടവനായി, ഏകനായി, ദരിദ്രനായ ലാബാന്റെ വീട്ടിൽ വന്നവൻ
അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന സുന്ദരമായ വേട് അവൻ സൈന്യസമേതം പുറപ്പെട്ടു എന്നാണ്. ഒന്നുമില്ലാതെ എന്താ പറയണത്, കാടുകയറിയവനെ ഇതാ ദൈവം ഒരു സൈന്യമായിട്ട് ഉയർത്തുകയാണ്, വർദ്ധിപ്പിക്കുകയാണ്. തീരുന്നുണ്ടോ? യാബക്ക് കടവിൽ തൻ്റെ വലിയൊരു സൈന്യത്തെ, ഭാര്യമാരെയും തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കന്നുകാലികളെയും എല്ലാം അക്കരെ കടത്തിയിട്ട് ആ രാത്രിയിൽ ദൈവവുമായിട്ട് മല്ല് പിടിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി മല്ല് പിടിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവുമായിട്ട് മല്ല് പിടിക്കുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുന്ന സുന്ദരമായ അനുഭവമാണ് യാക്കോബ്. സത്യത്തിൽ യാക്കോബ് എന്ന പേര് ചതിയൻ എന്നാണെങ്കിൽ, കൗശലക്കാരൻ എന്നാണെങ്കിൽ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ ദൈവം അവൻ്റെ പേര് തന്നെ മാറ്റി. ഇനിമേൽ നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഓ, ദൈവത്തിൻ്റെ സ്വന്തമായി ഈ മനുഷ്യൻ മാറുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം. നമുക്കറിയാം, ഇന്നും ലോകം വളരെ ഭയത്തോടെ നോക്കുന്ന, കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ചെറിയൊരു ഭൂപ്രദേശമാണ് ഇസ്രയേൽ. പക്ഷെ ലോകരാഷ്ട്രങ്ങൾ ഭയത്തോടുകൂടിയാണ് ഇസ്രയേലിനെ നോക്കുന്നത്. ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യാബക്ക് എന്ന് പറയുന്ന ആ ഒരു കടവാണ്. ആ കടവിൽ ദൈവം പൂർവ്വ യാക്കോബിനെ അനുഗ്രഹിച്ചു. നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, നീ ഇസ്രായേൽ എന്ന് അറിയപ്പെടും. അതുകൊണ്ട് ഈ അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട മകനെ അനുഗ്രഹിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ. അതെ, ഇസ്രയേലിൻ്റെ യാക്കോബ് ഇസ്രയേലായി മാറിയപ്പോൾ ആ ഇസ്രയേലിൻ്റെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നല്ല ശക്തനായ ആ ഇടയൻ എന്ത് ചെയ്തെന്നാ പറയണത്? തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ എവിടെയെങ്കിലും പരാജിതനാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, ജോസഫിനെ ഏറ്റെടുത്ത ദൈവം, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ അവനെ വലുതായിട്ട് ഉയർത്തിയ ആ ദൈവം നിന്റെ ജീവിതത്തെയും ഉയർത്തുമെന്നത് എത്ര സുന്ദരമായ അനുഭവമാണ്. നീ എത്ര തകർന്നവനാണെങ്കിലും സർവശക്തനായ ദൈവം നിന്റെ തകർച്ചകളിൽ നിന്ന്, നിന്റെ ശൂന്യതയിൽ നിന്ന്, നിന്റെ ബിഗ് സീറോയുടെ അനുഭവത്തിൽ നിന്ന് ഉയർന്ന പാറമേൽ ഈ ദൈവം നിന്നെ ഉയർത്തുമെന്ന് മാത്രമല്ല, തൻ്റെ കൈകൊണ്ട് നിന്റെ കൈകളെയും ബലപ്പെടുത്തും. ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.